ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഒരു കോഴി വർഷത്തിൽ 300+ മുട്ടയിടും. പക്ഷേ മറ്റ് ചിലത് ഒരു 160 150 ആ അളവിൽ മാത്രമേ മുട്ടയിടുള്ളൂ. പക്ഷേ കേരളത്തിലെ പലരും ഇന്ന് തെറ്റായ ഇനമാണ് വാങ്ങുന്നത്. അതുപോലെ തന്നെ തെറ്റായ തീറ്റക്രമമാണ് ഫോളോ ചെയ്യുന്നത്. BV380 കൈരളി സൊണാലി ഗ്രാമശ്രീ, ഇതിൽ നിങ്ങളെ ഫാമിന് യോജിച്ചത് ഏത്? അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും ഏത് കോഴിയാണ് എങ്ങനെയുള്ള തീറ്റക്രമമാണ് നല്ലതെന്ന്. ഒരു ദിവസം എനിക്കൊരു കോൾ വന്നു. അപ്പോൾ അവരെന്നോട് ചോദിക്കുന്നത്, ചേട്ടാ ഞാൻ ഒരു 50 കോഴീനെ വാങ്ങി, പക്ഷേ മുട്ട കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതിനെന്താ ചെയ്യുക? അപ്പോൾ തന്നെ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് ബ്രീഡാണ് വാങ്ങിയത്? അപ്പോൾ അവർ ആ ബ്രീഡിൻ്റെ പേര് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ തീറ്റ എങ്ങനെ കൊടുക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനത്തെ തീറ്റയൊക്കെ കൊടുക്കുന്നതെന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി സംഭവം എന്താണെന്നുള്ളത്. എല്ലാ കോഴികളും സത്യം പറഞ്ഞാൽ ഒരുപോലെ മുട്ടയിടില്ല. ഓക്കെ, ഓരോ ബ്രീഡിനും അതിൻ്റേതായ ഒരു എഗ് പ്രൊഡക്ഷൻ ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ തീറ്റക്രമമുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ഈ കോഴിനെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. BV380 കൈരളി സൊണാലി ഗ്രാമശ്രീ, ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന ബ്രീഡ് ഏതാണ്? അതുപോലെ ഏതാണ് കൂടുതൽ ലാഭം തരുന്നത്? വീട്ടുവളപ്പിൽ വളർത്താൻ പറ്റിയത് ഏതാണ്? നമുക്കിതെല്ലാം ഒന്ന് സിമ്പിളായിട്ട് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് നോക്കാം. ഒന്നാമത്തെ ബ്രീഡ് നമ്മൾ BV380 ആണ്. BV380 എന്ന് വെച്ചാൽ പല ആൾക്കാരും പറയുന്നത് ഒരു എഗ് പ്രൊഡക്ഷൻ മെഷീൻ ആണ്. കാരണം ഇത് ഒരു 320 മുട്ട, ഒരു വർഷം ഒരു 320 മുട്ട ആവറേജ് ഇടുന്നതാണ് പറയുന്നത്. എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 300+ മുട്ട നമുക്ക് കിട്ടും. പക്ഷേ തീറ്റക്രമം കറക്റ്റായിരിക്കണം. പിന്നെ കൊമേഴ്ഷ്യൽ ഫാമിങ്ങിന് ഏറ്റവും നല്ലൊരു ബ്രീഡ് ഇതാണ്. കാരണം പറഞ്ഞല്ലോ, ഒരു 320 മുട്ട നമുക്ക് കിട്ടുമ്പോൾ നല്ല രീതിയിൽ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള മുട്ട ഉൽപ്പാദനം ഉണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫീഡിൻ്റെ ക്വാളിറ്റി കുറയുമ്പോൾ അതിൻ്റെ തീറ്റക്രമം വ്യത്യാസം വരുമ്പോൾ ഈ എഗ്ഗിൻ്റെ പ്രൊഡക്ഷൻ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് BV380 അഡൾട്ടായിട്ടുള്ള ഒരു കോഴിക്ക് ഒരു ദിവസം ഒരു 110 ഗ്രാം എന്നുള്ള അളവിൽ തീറ്റ എങ്ങനെയാലും കൊടുക്കണം. വേറെ അടുക്കള വേസ്റ്റോ പച്ചക്കറിയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. അത് പിന്നെ അതിൻ്റെ കൂടെ എന്താ വേണ്ടേ, നമ്മളെ വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും കൊടുക്കണം. കാരണം ഇത് കുറച്ച് രോഗപ്രതിരോധശേഷി ബാക്കിയുള്ള കോഴികളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ അതിന് നല്ല രീതിയിൽ കെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ എഗ്ഗിൻ്റെ ബിസിനസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് BV380 ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ. രണ്ടാമത്തെ ബ്രീഡ് എന്ന് പറയുന്നത് നമ്മളെ കൈരളിയാണ്. അതായത് അടുക്കള മുറ്റത്തൊക്കെ ഇളക്കി വിട്ട് വളർത്താൻ അനുയോജ്യമായിട്ടുള്ളൊരു ബ്രീഡാണ്. നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട്. പിന്നെ നാട്ടിലെ കാലാവസ്ഥക്കൊക്കെ അനുയോജ്യമാണ്. വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മുട്ട ഉൽപ്പാദനം തരക്കേടില്ലാത്ത രീതിയിൽ മുട്ട ഉൽപ്പാദനമുണ്ട്. നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 200 to 220 ആ റേഞ്ചുള്ളൊരു മുട്ട ഉൽപ്പാദനം ഉണ്ടാകും. നാടൻ കോഴി മുട്ടയുടെ അതേ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഒരു പ്രശ്നം, മുട്ടയുടെ വലിപ്പം കുറച്ച് കുറവായിരിക്കും. ഈ BV380 ഗ്രാമശ്രീനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മുട്ടയുടെ വലിപ്പം കുറച്ച് കുറവായിരിക്കും. പിന്നെ ഈ നമ്മളെ കൈരളിനൊക്കെ വളർത്തുന്നവർക്ക് അധികം ടെൻഷൻ ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട്. പിന്നെ അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കോഴികൾ ചത്തുപോകുമോ, പെട്ടെന്ന് രോഗം വരുമോ, അങ്ങനത്തെയുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കൈരളിക്ക് എല്ലാതരം തീറ്റയും കൊടുക്കാം. ഇപ്പം നമ്മളൊരു അഡൾട്ടായിട്ടുള്ള ഒരു കോഴിയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു 110 ഗ്രാം തീറ്റ കൊടുക്കുമ്പോൾ അതിൽ ഒരു 50 ഗ്രാം അല്ലെ ഒരു 60 ഗ്രാം നമ്മുടെ മുട്ടത്തീറ്റ, അതിൻ്റെ കൂടെ ഒരു 50 ഗ്രാം അല്ല ഒരു 60 ഗ്രാം നമ്മളെ അടുക്കള വേസ്റ്റ്, ചോറ്, തവിട്, അങ്ങനെ എന്തൊക്കെയാണുള്ളത് അതൊക്കെ എല്ലാം കൂടി മിക്സായിട്ട് രണ്ടും കൂടി മിക്സായിട്ട് മുട്ടത്തീറ്റയും നമ്മളെ ബാക്കി ഫുഡിൻ്റെ വേസ്റ്റും ബാക്കി വരുന്ന ബാലൻസ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ദിവസം ഒരു 110 ഗ്രാം എന്നുള്ള അളവിൽ കൊടുക്കാം. പിന്നെ നമ്മൾ മൂന്നാമത്തെ ബ്രീഡ് എന്ന് പറയുന്നത് സൊണാലിയാണ്. സൊണാലി ഇപ്പം കേരളത്തിൽ കുറേ ആൾക്കാർ വളർത്തുന്നുണ്ട്. കാണുമ്പോൾ ഒരു നാടൻ കോഴീൻ്റെ ലുക്കൊക്കെ ഉണ്ട് കോഴിക്ക്. അധികം ബോഡി വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ബോഡി വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇറച്ചിക്ക് വേണ്ടിയിട്ട് ഇവരെ അധികം വളർത്താൻ പറ്റില്ല. പിന്നെ എഗ്ഗിൻ്റെ എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഒരു മീഡിയത്തിൽ തന്നെയാണ്. ഏകദേശം നമ്മൾ കൈരളി ഇവർക്ക് ഏകദേശം സമാസം എന്ന് പറയാം. ഇവർക്ക് ഏകദേശം ഒരു 200, 220, 230 ഒരു കൊല്ലത്തിൽ ഈ റേഞ്ചുള്ളൊരു എഗ്ഗിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവും. പിന്നെ ഇതുപോലെ തന്നെ രോഗപ്രതിരോധശേഷി വളരെ കൂടുതലാണ്. ഈ കൈരളിക്ക് കൊടുക്കുന്ന അതേ ലെവലിലുള്ള തീറ്റ തന്നെ ഇവർക്കും കൊടുക്കാം. ഒരു 50 ഗ്രാം മുട്ടത്തീറ്റ, അതിൻ്റെ കൂടെ ഒരു 60 ഗ്രാം വീട്ടിലെ വേസ്റ്റ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ദിവസം 110 ഗ്രാം എന്നുള്ള അളവിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മളെ നാലാമത്തെ ബ്രീഡ് നമ്മളെ സ്വന്തം ഗ്രാമശ്രീയാണ്. ഗ്രാമശ്രീ അത്യാവശ്യം എല്ലാവർക്കും അറിയാം. കാരണം പല ആൾക്കാരും വളർത്തുന്നുണ്ട്. നമ്മൾ ഈ കേരള സർക്കാരിൻ്റെ പല പദ്ധതികളുടെയൊക്കെ പോപ്പുലറായിട്ടുള്ള ബ്രീഡായത്. പിന്നെ ഇളക്കി വിട്ട് വളർത്താം. പിന്നെ നമുക്ക് കേജ് സിസ്റ്റത്തിൽ വേണ്ടിക്കും വളർത്താം.
പിന്നെ ഇതിൻ്റെ മുട്ട അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. നമ്മളെ കൈരളിയും സൊണാലിയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരെ മുട്ടക്ക് കുറച്ച് വലിപ്പം ഉണ്ടാവും. പിന്നെ മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പം കാര്യമൊന്നുമില്ല. അത്യാവശ്യം രോഗപ്രതിരോധശേഷിയൊക്കെ ഉണ്ട്. BV380 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രതിരോധശേഷി കുറച്ച് കൂടുതലാണ്. ഓക്കെ, ഒരു വർഷത്തിലൊരു 150-200 ആ റേഞ്ചിലൊരു മുട്ട ഉൽപ്പാദനം ഉണ്ടാവും. പിന്നെ വെച്ചാൽ എല്ലാതരം തീറ്റയും കൊടുക്കാം. ഇവർക്ക് ഏകദേശം ഒരു ദിവസം ഒരു 110-120 ഗ്രാം വെച്ച് തീറ്റ കൊടുക്കാം. എൻ്റെ അഭിപ്രായത്തിൽ 120 ഗ്രാം തീറ്റ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവർ ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി വളർത്താൻ പറ്റും. കാരണം ഇവർ അത്യാവശ്യം ബോഡി വെയിറ്റ് വെക്കും. ഓക്കെ, ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്കും എന്ന് പറയണ്ടേ നല്ല രീതിയിൽ തീറ്റ കൊടുക്കുന്നതിന് പടയടക്കം ഏകദേശം ഒരു 1.5-2 കിലോനെ അടുപ്പിച്ച് തന്നെ തൂക്കം വരും. മുട്ടയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കോഴികളെ എന്താ പറയുക, നമുക്ക് ഇറച്ചിക്ക് വേണ്ടി വെക്കുമ്പോൾ അത്യാവശ്യം ഒരു പൈസ നമുക്ക് കയ്യിലേക്ക് വരും. ഇതിൻ്റെ അകത്തൊരു മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ BV380 പോലെ ബാക്കി ഈ പറഞ്ഞ ഗ്രാമശ്രീ, കൈരളി, സൊണാലിന ഒരു കൊമേഴ്ഷ്യൽ എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം BV380 എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനമുള്ള കോഴിയാണ്. നമ്മൾ തീറ്റ കറക്റ്റ് അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഇപ്പോൾ ഒരു 100 കോഴിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 75 മുട്ടയൊക്കെ ആവറേജ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. 80-85 കിട്ടുന്നതൊക്കെ പറയുന്നത്. പക്ഷേ എന്നാലും ഒരു 75 മുട്ട നമുക്ക് മിനിമം കിട്ടും. പക്ഷേ ബാക്കിയുള്ള കോഴികളാകുമ്പോൾ ഒരു 100 കോഴി ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു എഗ് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ നല്ല രീതിയിൽ മുട്ട കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ BV380 ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ നമ്മളെല്ലാം ബ്രീഡൊക്കെ നല്ല വൃത്തിക്ക് വാങ്ങി, എല്ലാം നോക്കി വാങ്ങി, ഇത് മാത്രം കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. കാരണം നമ്മൾ കോഴി വളർത്താൻ മെയിനായിട്ട് നോക്കണത് ഇതിൻ്റെ ഫീഡ് കോസ്റ്റ്, പിന്നെ രോഗം വരാതെ നോക്കണം, പിന്നെ മാർക്കറ്റ് എന്താ പറയണ്ടേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഇതൊന്നും നമ്മൾ വൃത്തിക്ക് നോക്കണം, നല്ല ബ്രീഡിനെ സെലക്ട് ചെയ്ത് എന്താ പറയണ്ടേ കൂട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ ഈ കോഴി വളർത്തൽ ലാഭത്തിലേക്ക് പോകില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഫീഡ്, പിന്നെ നമ്മളെ രോഗം വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ, പിന്നെ മാർക്കറ്റിങ്, ഇതൊക്കെ നമ്മൾ നോക്കിയാലും മാത്രമേ നമുക്ക് കോഴി വളർത്തൽ നല്ല ലാഭത്തിലേക്ക് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് ബെസ്റ്റ് ബ്രീഡ് ഇപ്പോൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ 4 ബ്രീഡ് ഇവിടെ പറഞ്ഞല്ലോ, ഗ്രാമശ്രീ, കൈരളി, BV380, സൊണാലി. അപ്പോൾ നമുക്ക് ഫുൾ ഒരു മുട്ട ബിസിനസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ, ബൾക്കായിട്ട് എഗ്ഗിൻ്റെ പ്രൊഡക്ഷൻ വേണ്ടിയെങ്കിൽ നമുക്ക് BV380 സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, പക്ഷേ അതിൻ്റേതായ രീതിയിൽ കെയർ ചെയ്യണം. നല്ല എന്താ പറയണ്ടേ, തീറ്റ കറക്റ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സപ്ലിമെൻറ്റ്സ്, വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ്, കാൽസ്യം സപ്ലിമെൻറ്റ്സ് എല്ലാം വൃത്തിക്ക് കൊടുക്കണം. നല്ലോണം കെയർ ചെയ്യണം. പിന്നെ വീട്ടു വളപ്പിൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ വളർത്തുന്നതാണെങ്കിൽ, അധികം റിസ്ക് ഒന്നും എടുക്കാൻ വയ്യ, കുറച്ച് ടെൻഷൻ ഇല്ലാതെ വളർത്തുന്നതാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കൈരളി, പിന്നെ സൊണാലി, ഗ്രാമശ്രീയും കുഴപ്പമില്ല. ഈ 3 ബ്രീഡ് നമുക്കിങ്ങനെ വളർത്താം. അതായത് ഇവർക്ക് വീട്ടു വളപ്പിൽ തുറന്നു ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് വീടുന്ന തീറ്റ കിട്ടുകയും ചെയ്യും. പിന്നെ കുറച്ച് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. മുട്ടത്തീറ്റ എല്ലാം കൂടി മിക്സായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, പിന്നെ മുട്ടയും വേണം അതിൻ്റെ കൂടെ കുറച്ച് ഇറച്ചിക്കും വേണ്ടി വളർത്താമെന്നാണെങ്കിൽ, തീറ്റ ചിലവ് കുറച്ച് വളർത്താമെന്നാണെങ്കിൽ നമുക്ക് ഗ്രാമശ്രീന ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെ ഗ്രാമശ്രീ ഒരു ദിവസം ഒരു 120 ഗ്രാം തീറ്റ വെച്ച് കൊടുക്കുന്നു. കുറച്ച് മുട്ടത്തീറ്റയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ അടുക്കള വേസ്റ്റ് അങ്ങനെയൊക്കെ മിക്സായി കൊടുത്ത് പറമ്പിലൊക്കെ അങ്ങ് തുറന്ന് വിടുന്നതാണെങ്കിൽ എന്ന് പറയണ്ടേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോഴി മുട്ടയിടുകയും ചെയ്യും. പിന്നെ ബോഡി വെയിറ്റ് അത്യാവശ്യം വെക്കുകയും ചെയ്യും. നമുക്ക് മുട്ടയിട്ട് കഴിഞ്ഞാൽ കോഴീനെ നമ്മൾ കടയിലേക്ക് കൊടുക്കുമല്ലോ അറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം ഒരു പൈസ നമുക്ക് കിട്ടും. കോഴീനെ വാങ്ങിയ പൈസ ഒന്നുമില്ല, നമുക്ക് അതിലെ കൂടി കുറച്ച് തിരിച്ചിങ്ങോട്ടേക്ക് വരും. തീറ്റ ചിലവ് കുറച്ചൊക്കെ നമുക്ക് അതിൽ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഐഡിയ ഇതിൽ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും കൂടുതൽ ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൾ കേരള ലെവലിൽ കോഴീനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഗ്രാമശ്രീ, കൈരളി, BV380, സൊണാലിയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.